നമ്മളുടെ കൂടെ ചേരുന്നത് രണ്ട് യുവ ബിസിനസ് മാൻമാരാണ്. പേരൊന്ന് പറയുമോ? എൻ്റെ പേര് ഷിയാസ്. ജിതിൻ. ജിതിൻ. സ്ഥലം എവിടെയാണ്? എൻ്റെ സ്ഥലം ശരിക്കും മലപ്പുറമാണ്, ഇപ്പോൾ കൊച്ചിയിൽ സെറ്റിൽഡ് ആണ്. ഓക്കെ. പത്തനംതിട്ടയാണ്, കൊച്ചിയിൽ സെറ്റിൽഡ് ആണ്. ഇവരൊരു വെറൈറ്റി ഒരു പരിപാടിയാണ് തുടങ്ങി വെച്ചിരിക്കുന്നത്. അത് ഇവർ തന്നെ എന്താണെന്ന് പറഞ്ഞു തരും. പറഞ്ഞോ. നമ്മുടെ ആക്ച്വലി ഫൈൻ മൈ ഹോസ്റ്റൽ എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റാണ്. ഫൈൻ മൈ ഹോസ്റ്റൽ .in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും എല്ലാം അവൈലബിൾ ആണ്. നമ്മൾ സിംപ്ലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പുതിയതായിട്ട് ഇപ്പോൾ കൊച്ചിയിലേക്ക് ഒരാൾ വരുമ്പോൾ ഒരു പഠിക്കാനായിക്കോട്ടെ, പുതിയൊരു ജോലി തേടിയിരുന്നവനാണെങ്കിലും അവൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഒരു ബഡ്ജറ്റ് അക്കോമഡേഷൻ അവന് വേണ്ട സൗകര്യങ്ങളോട് കൂടി കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് സിമ്പിളായിട്ടുള്ളൊരു വെബ്സൈറ്റ്, അതിൽ അവർക്ക് അവരുടേതായ റിക്വയർമെൻറ്റ്സ് പ്രകാരം ഫിൽട്ടർ ചെയ്യാനും ഈ ഓണേഴ്സുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാനും നേരിട്ട് ബുക്ക് ചെയ്യാനും എല്ലാം ഉള്ള ഫെസിലിറ്റി അതിലുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഹോസ്റ്റൽ ഓണേഴ്സിന് ബുദ്ധിമുട്ടുന്നുണ്ട്, അവർക്ക് സ്ഥിരമായിട്ടുള്ളൊരു ബിസിനസ് കണ്ടുവെക്കാൻ, അല്ലെങ്കിൽ അതിലുള്ള റെൻ്റൽ കളക്ഷൻ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും അവർക്ക് ഫേസ് ചെയ്യാറുണ്ട്. കാരണം ഈ ഹോസ്റ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഏത് സിറ്റിയിലും ഏറ്റവും കൂടുതൽ യുവാക്കളും ഒക്കെ ആയിട്ട് വരുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലെ ബഡ്ജറ്റ് അക്കോമഡേഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ബിസിനസ്സുകാരെയും അല്ലെങ്കിൽ അത് നോക്കുന്നവരെയും രണ്ട് രീതിയിലും ഹെൽപ്പ് ചെയ്യാനാണ് നമ്മളൊരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ചെയ്യുന്നത്. എനിക്ക് വേറെ ചോദ്യം, ഒരു കൗതുകകരമായിട്ടുള്ള ചോദ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര അല്ല, എങ്കിലും ഞാൻ ചോദിക്കുക. ഒരു ഹോസ്റ്റൽ നടത്തുന്ന ഒരാൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഈ പറയുന്നത് പോലെ ഹോസ്റ്റലിനെ പറ്റിയിട്ട് ഇപ്പോഴും ഒരു നെഗറ്റീവ് കൊണോട്ടേഷൻ എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ചെയ്യുന്നതും അതിനെ ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഒരു ഹോസ്റ്റൽ എന്ന് പറയുന്നത് എല്ലാവർക്കും താമസിക്കാൻ ഫ്രണ്ട്ലി ആയിട്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ, എന്നാൽ ഒരു ഹോസ്റ്റൽ ഓണറിന് ഒട്ടും തലവേദന ഇല്ലാത്ത രീതിയിൽ റൺ ചെയ്യാനൊരു സൗകര്യങ്ങൾ ഒരുക്കുക. അതിന് ഏത് തരത്തിലുള്ള ബന്ധങ്ങളായാലും, അതായത് റിലേഷൻ, അവർക്കൊരു ഫുഡിനുള്ള വെണ്ടറിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അവർക്ക് താമസത്തിനുള്ള കണ്ടുപിടിക്കാനുള്ള സ്റ്റുഡൻസിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, ഇതവർക്ക് തലവേദന ഇല്ലാതെ മാനേജ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അതിന് സഹായിക്കാനുള്ള മറ്റ് വെൻഡേഴ്സ്, അസോസിയേറ്റഡ് വെൻഡേഴ്സിനെ അവരിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന ഒരു ഹോസ്റ്റലിനെ എന്താ പറയുക, ഹോസ്റ്റൽ എക്കോസിസ്റ്റത്തിനെ പൊക്കിക്കൊണ്ട് വരുന്ന ഒരു എക്കോസിസ്റ്റമായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഈ ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഇത്രയും നാളും എല്ലാവരും ഒരു തലവേദനയായിട്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഏതൊരു വീട്ടിൻ്റെയും മേളത്തെ മുറി ഒരു പേയിങ് ഗസ്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കാൻ എല്ലാവരെയും ഫ്രണ്ട്ലി ആക്കുന്നൊരു പ്ലാറ്റ്ഫോമായിട്ട് നമ്മൾ ഉയർത്തിക്കൊണ്ട് വരാനാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ തോന്നുന്നു നിങ്ങളുടെ പുതിയ ഈ ഒരു സംരംഭത്തിന് അതൊരു ഗുണമാകുന്നുണ്ടോ ഈ ഒരു ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സഭയിൽ? അതെ, തീർച്ചയായും. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്, തീർച്ചയായും ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു ഡെലിഗേഷൻ ആയിട്ടാണ്. തീർച്ചയായും കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്ന് ഞങ്ങൾ ഇതുപോലെ ഒരുപാട് പരിപാടികളിലേക്ക് ഞങ്ങൾക്ക് നല്ല രീതിയിൽ എൻട്രി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു നോർമൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ നിന്ന് മാറി പ്യുവറായിട്ട് മറ്റുള്ള ബിസിനസ്സുകാരെയും കൂടെ ഇവിടെ കിട്ടുന്നുണ്ട്. KSIDCയുടെ കീഴിലായതുകൊണ്ടും അതുപോലെ തന്നെ പല എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റുകളും ഇവിടെ എത്തുന്നുണ്ട്, അതിൻ്റെ ഒഫീഷ്യൽസ് ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഇവരെ എല്ലാവരെയും എളുപ്പത്തിൽ കണ്ടുമുട്ടാൻ, ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക്, അതെ, കണക്ട് ചെയ്യാനും ഒരു കാര്യം സംശയം വരുമ്പോൾ നേരിട്ട് സംസാരിക്കാനും. അപ്പോൾ ഇവിടെ എല്ലാവരും ഒരു സംസാരിക്കാനും, അപ്പം KSIDCയുടെ ഒരു ഇതിൽ ചെന്ന് സംസാരിക്കുന്ന സമയത്ത് ഇത് KFC ആണ് അല്ലെങ്കിൽ ഇന്ന ആൾക്കാരാണെന്ന് പറയുമ്പോൾ അവിടെ പോയി സംസാരിക്കാൻ എളുപ്പമാണ്. ഞങ്ങൾക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് പരിപാടി ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ നടക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ എല്ലാ ബിസിനസ്മാൻമാരും ഒരുമിച്ച് വന്നേക്കുന്നതാണ്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിന് സ്റ്റാഫ് അക്കോമഡേഷൻ്റെ ആവശ്യമുണ്ട്, ആ സെയിൽസ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഡയറക്റ്റ്ലി വരികയാണ്. ഞങ്ങൾക്ക് ഒരു പുതിയ സിറ്റിയിലേക്ക് എക്സ്പാൻഡ് ചെയ്യണം, ഞങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. അതും ഈ പറയുന്ന പോലെ ഒറ്റ ഇവരുടെ അടുത്ത് നമുക്ക് റേസ് ചെയ്യാൻ പറ്റും, നമുക്ക് അഡ്വൈസ് കിട്ടും. കേരളത്തിൻ്റെ എല്ലാ ബിസിനസ് എക്സ്പീരിയൻസുമാണ് ഈ ചുറ്റും നടക്കുന്ന ആൾക്കാർ. അവരിൽ നിന്ന് നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും കിട്ടുന്ന ഒരു അവസരമാണ്. ഇതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നില്ല ഗവൺമെൻറ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ പറ്റും. പഠിക്കാൻ പറ്റിയ ഒരു കാര്യം പറഞ്ഞാൽ എന്തായിരിക്കും പറയുന്നത്? ഇവിടെ വന്നതിന് ശേഷം ആക്ച്വലി ചെറുതായി സ്വപ്നം കാണരുത്. ഇവിടെ കാര്യം മുന്നിൽ കണ്ടേക്കുന്നവരെല്ലാവരും നമ്മളുടെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാ കേരളത്തിൽ മാത്രം നിൽക്കുന്നു, നിങ്ങൾ ഇന്ത്യയിലും എല്ലായിടത്തും ഇത് ആവശ്യമുള്ളൊരു സെഗ്മെൻ്റാണ്, എന്തുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് ചെയ്യുന്നില്ല? ഡെഫിനറ്റ്ലി ഞങ്ങൾ എന്താ പറയുക, സ്വപ്നം കാണുന്നത് വലുതായിട്ട് ചെയ്യണം, ഇന്ത്യയിൽ മാത്രം ലിമിറ്റ് ചെയ്യരുത്, കേരളത്തിൽ മാത്രം ലിമിറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് ഇന്നിപ്പം മനസ്സിലാക്കുന്നത്. ഡെഫിനറ്റ്ലി അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിൽ തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് ഫൈൻ മൈ ഹോസ്റ്റലിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവും, അത് ഗ്യാരണ്ടീഡാണ്. എന്തായാലും വിലപ്പെട്ട സമയം നമ്മളിവിടെ ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. ഓക്കെ, കാണാം. എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ, എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കട്ടെ. താങ്ക് യു.